ബേബി ഗേൾ നമ്മുടെ നിവിൻ പോളി അഭിനയിച്ച പുതിയ പടം, അതായത് നമ്മുടെ സർവ്വം മായയ്ക്ക് ശേഷം നിവിൻ പോളി അഭിനയിച്ച പടമാണ്. അത് സർവ്വം മായ നല്ലൊരു കംബാക്കായിരുന്നു നിവിൻ പോളി നടത്തിയത്. അതിനുശേഷം ഈ ഒരു പടത്തിലൂടെ നിവിൻ പോളി ഗോ ബാക്ക് നടത്തിയിട്ടുണ്ട്. അതായത് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടത്തിൽ മൂഞ്ചിന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി ലൈൻ നല്ലൊരു സ്റ്റോറി ലൈനാണ്. അതായത് ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു തീർക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സ്റ്റോറി എടുത്തിട്ട് വലിച്ചു നീട്ടി 2 മണിക്കൂറത്തേക്ക് എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഇന്നത് മെയിൻ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷമ്മി തിലകൻ്റെ മോൻ, അതായത് മാർക്കോയിലെ നമ്മുടെ വില്ലൻ നല്ല രീതിയിൽ അഭിനയിച്ചിരുന്ന പോസിറ്റീവ് ക്യാരക്ടറാണ്, പോലീസ് കഥാപാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളിക്കാരൻ കൊടുത്ത കഥാപാത്രം നല്ല വെടിപ്പായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇന്നത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരനുണ്ട്. ഈ പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആണ്. എൻഗേജിങ് ആണെന്നല്ല പറയുന്നത്, ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ ഒരു കൊച്ചു മിസ്സിംഗ് ആണ്. ആ കൊച്ചിനെ അന്വേഷിച്ച് നടക്കുന്നതാണ് കഥ. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മുടെ ടൈറ്റിൽ കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊച്ചിനെ കാണാണ്ടാവുന്ന പോലെ ഇത് മെസ്സേജ് വരും. അപ്പോൾ തൊട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തൊട്ട് കഥ ഓണാണ്. സ്റ്റാർട്ടിങ് ഒരു 1 മിനിറ്റിനുള്ളിൽ കഥ ഓണാണ്. നമുക്കതൊരു 10 മിനിറ്റ് വരെ നമുക്ക് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ഇതേപോലെ കൊച്ചിനെ കാണുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം ഇൻവെസ്റ്റ് ആ സാധനം തന്നെ ഒരു 2 മണിക്കൂർ കൊച്ചിനെ തപ്പി എങ്ങനെ ഉണ്ടാവും? അതായിരുന്നു തിയേറ്ററിൽ ഇരുന്ന നമ്മുടെ അവസ്ഥ. എന്താ മെയിൻ പ്രശ്നം ചെയ്യുന്നത്, നിവിൻ പോളിയുടെ ഒരു കഥാപാത്രമാണ്. നിവിൻ പോളി ഒരു അറ്റൻഡറാണ്, മറ്റേ നമ്മൾ ട്രെയിലറിൽ കണ്ട ഒരു അറ്റൻഡറാണ്. പുള്ളിക്കാരൻ്റെ കഥ ഇന്നത്തെ പുള്ളിക്കാരൻ്റെ ശരിക്കും പറഞ്ഞ റോൾ ഒരു ആവശ്യമില്ലായിരുന്നു. അതായത് ഒരാളെ ഗസ്റ്റ്, അത് ഒരു ക്യാമിയോ വെക്കത്തില്ലേ, അതിന് കുറച്ചും കൂടെ പ്രിഫറൻസ് ഉണ്ടാവും. അതിൻ്റെ അത്രയും പോലും പ്രിഫറൻസ് ഇല്ല നിവിൻ പോളിയുടെ ഈ കഥാപാത്രത്തിന്. നിവിൻ പോളിയുടെ ഈ കഥാപാത്രം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഷമ്മി തിലകനാണെങ്കിൽ അത് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഷമ്മി തിലകൻ്റെ മോനാണ് ഇന്ന് മെയിനായിട്ട് ക്യാരക്ടർ എടുത്ത് നിൽക്കുന്നത്. നമ്മൾ നിവിൻ പോളിയുടെ ക്യാരക്ടർ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ സിനിമ ഉണ്ടാവും, ഒരു കുഴപ്പമില്ല, ഈ സിനിമയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതായത് കുത്തിത്തള്ളിക്കയറ്റി വെച്ചിട്ട് ഒരു ക്യാരക്ടർ പോലെ എനിക്ക് നിവിൻ പോളിയുടെ കഥാപാത്രം തോന്നിയത്. പിന്നെ ഇതിൻ്റെ അത് കുറേ ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ, അതായത് ഇതേപോലെ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്നു, ഇതേപോലെ നമ്മൾ കുറേ ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ സിനിമയുടെ വേറെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഈ സിനിമ 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ സിനിമയിൽ ഈ കൊച്ചിനെ ആരെ തട്ടിക്കൊണ്ട് പോയത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലാണ് കഥാപാത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇവരായിരിക്കും, ഒന്നെങ്കിൽ ഇവരായിരിക്കും അല്ലെങ്കിൽ ഇവരായിരിക്കും. അതേപോലെ തന്നെ സംഭവിക്കും. നമുക്ക് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഭയങ്കര പ്രെഡിക്റ്റബിളാണ്. അതായത് 2026 ഇതേപോലത്തെ ഒരു കഥാപാത്രം, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ OTT റിലീസ് ചെയ്യാനുള്ളൊരു പടമേ ഉള്ളൂ. ഇതൊരു OTT പടമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടായിരുന്നു. ഇത് 2 മണിക്കൂർ, ഇത് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിൻ്റെ കഥ. നമ്മളൊരു അരമണിക്കൂറിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ കല വലിച്ചു നീട്ടി ഇൻവെസ്റ്റിഗേറ്റ് 2 മണിക്കൂറാക്കി എങ്ങനെ ഇരിക്കും? അതാണ് ഈ കഥ. നിവിൻ പോളിയുടെ ഒന്നും ക്യാരക്ടറിന് ഒരു പഞ്ചും ഇല്ല. ഒരു അതേ സമയത്ത് ഈ പോലീസ് ഓഫീസറായിട്ട് നിവിൻ പോളി വരികയാണെങ്കിൽ പിന്നെ ഓക്കെ എന്ന് പറയുന്നത്. പക്ഷേ ഈ പോലീസ് ഓഫീസറായിട്ട് വന്ന ഷമ്മി തിലകൻ്റെ മോനാണ്. ആ ഷമ്മി തിലകൻ്റെ മോന് പിന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കഥാപാത്രത്തിൽ. ആ ഒരു ഇമ്പോർട്ടൻസ് പോലും ഈ നിവിൻ പോളിക്ക് ഇതിനകത്ത് ഇല്ല. നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടം കണ്ടവർക്ക് മനസ്സിലാവും. അതായത് ഈ അറ്റൻഡറിൻ്റെ നിവിൻ പോളി അതൊരു അറ്റൻഡറായിട്ടാണ്. ഈ അറ്റൻഡർ വേണ്ടാത്ത പരിപാടിക്കൊക്കെ ഇതുപോലത്തെ ഇൻവെസ്റ്റിഗേഷൻ്റെ കൂടെ സഹായിക്കാൻ പോകുന്ന എന്ത് കാര്യത്തിന്? ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്. അതായത് ഇപ്പോൾ പുള്ളിക്കാരൻ കാരണമാണ്, അത് നിവിൻ പോളിയാണ് ഈ സിനിമയുടെ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പുള്ളിക്കാരനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത പോലെയുണ്ട്. അത് നിവിൻ പോളിക്ക് സ്പേസ് കൊടുക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയ പോലെ എനിക്ക് തോന്നി പേഴ്സണലി. അല്ലാണ്ട് ഈ പടത്തിൽ കാര്യമായിട്ട് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് നിവിൻ പോളിക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടർ കൊടുക്കേണ്ടത്. എന്നിട്ട് ഷമ്മി തിലകൻ്റെ മോന് പിന്നെ അറ്റൻഡറിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, അത് സൈഡ് ക്യാരക്ടറായിട്ട് നിന്നേനെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഷമ്മി തിലകൻ്റെ മോനാണ് മെയിൻ ഹീറോ ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നിയത്. നിവിൻ പോളി സൈഡ് ക്യാരക്ടർ, നിവിൻ പോളിയുടെ ആവശ്യമേ ഇല്ല. പിന്നെ അത് വേണ്ടാത്ത കുറേ കഥാപാത്രങ്ങൾ കയറി വരുന്നത്. സന്ദീപുണ്ട്, നമ്മുടെ പ്രേമലുവിലെ പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ്റെയൊക്കെ അഭിനയിച്ച് ഇപ്പോൾ അഭിനയം അറിയാത്ത പോലെ, അതായത് പുള്ളിക്കാരൻ്റെ ആക്ടിങ് ഇന്നത്തെ ഭയങ്കര എനിക്ക് മോശം തോന്നി. അതായത് സാധാരണ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാൾ, ഇന്നത്തെ ഭയങ്കര ഇമോഷണലായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് കാണുമ്പോൾ എന്തോ പോലെ തോന്നി. പിന്നെ ഇതിൻ്റെ അകത്ത് ആക്കൂടെ പോസ്റ്റ് ചെയ്യുന്നത് ആക്കൂടെ നല്ലതായിട്ട് അഭിനയിച്ചെന്ന് പറയുന്നതായിട്ട് ഈ കൊടുത്ത കഥാപാത്രം അടിപൊളിയായിട്ട് ചെയ്തെന്ന് പറയുന്നത് ഷമ്മി തിലകൻ്റെ മോനാണ്. പുള്ളിക്കാരൻ പോലീസ് കഥാപാത്രമായിരുന്നു, നല്ല പോസിറ്റീവ് ക്യാരക്ടറാണ്. അതായത് മാർക്കോയിൽ നെഗറ്റീവ് ക്യാരക്ടറായിട്ടിരുന്ന ആൾ ഇതിനകത്ത് ഫുൾ പോസിറ്റീവായിട്ട് നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് നിന്ന് നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ട്. പുള്ളിക്ക് നല്ല രീതിയിൽ ഇനിയൊരു കരിയർ ഗ്രോത്തും കൂടെ ഉണ്ടാവും സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്, നല്ല കാലിബറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സ്റ്റോറി ലൈൻ എടുക്കായിരുന്നു. അത് കുറച്ചും കൂടെ നല്ല സ്റ്റോറി, അതായത് ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ, അതായത് ഇതൊരു അവയർനെസ് പോലെയാണ് തോന്നുന്നത്. അതായത് പിള്ളേർ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു ചെറിയൊരു ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ പടം മനസ്സിലായി, അത്രേ ഉള്ളൂ പടം.
ആ ട്രെയിലർ, ആ 2 മിനിറ്റത്തെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഈ 2 മണിക്കൂർ 2.25 മണിക്കൂറത്തെ പടം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു അരമണിക്കൂർ തീർക്കാൻ പറ്റുന്ന ഷോർട്ട് ഫിലിം വലിച്ചു നീട്ടിട്ട് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടി ഇത്രയാക്കി റബ്ബർ ബാൻഡ് പോലെ. ഇനി അതിനകത്ത് പിഴിയാനൊന്നുമില്ല. ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും എന്തൊക്കെ വേണ്ടാത്ത കുറേ കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, കുറേ അനാവശ്യ ചേസും കുറേ കാര്യങ്ങളും കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നു. അപ്പോൾ എന്താ ഉദ്ദേശിച്ചത്, അതായത് ഈ ഡയറക്ടർ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് നിവിൻ പോളിയുടെ ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു മൂവിയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ശരിക്കും ഓഡിയൻസിന് ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ കണക്റ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നത്തെ വേറെ ക്ലീശ കാര്യങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളൊന്നുമില്ല, കൊച്ചെങ്ങനെ മിസ്സായെന്നൊന്നും കാണിക്കുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ടൈറ്റിൽ കാണിച്ചു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹോസ്പിറ്റൽ സീന് കൊച്ചു മിസ്സാവുന്നു. അപ്പം തൊട്ട് എല്ലാവരും തെക്കും മടക്കും ഓടുകയാണ്. അതായത് ത്രൂ ഔട്ട് ഇൻവെസ്റ്റിഗേഷനാണ്. അതായത് ഒരു ദിവസത്തിൽ ഒരു ഫുൾ ഡേ ഒരു കൊച്ചിനെ രാവിലെ കാണാനാവുന്നു, വൈകുന്നേരം വരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന നമ്മുടെ ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു മൂവിയിൽ, നമ്മുടെ ഫാസിലിൻ്റെ ഫ്രൈഡേ എന്ന് പറഞ്ഞ മൂവി, അതിൻ്റെ അകത്ത് മറ്റേ മാല കാണാതെ പോകുന്നത്, അതിൻ്റെ ടൈപ്പ് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ പടം ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ എങ്ങനെ ഇരിക്കും അതേപോലെ ഉണ്ടാവും. അതായത് ഫ്രൈഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലത്തിന് പുറകെ, അതായത് ഒരു ദിവസം നടന്ന കഥ, അതായത് മറ്റേ മാല കാണാണ്ടായിപ്പോയി, ആ ഓട്ടോക്കാരൻ കൊണ്ടെത്തിക്കുന്നത്, അത് 1 ഡേ ഫിലിമായിട്ട് 1 മണിക്കൂർ 1.25 മണിക്കൂർ അങ്ങാണ്ട് ഒരു പടമുള്ളൂ. അത്രയും ചെറിയ അത്രയും രീതിയിൽ അവർ എടുത്തു വെച്ചു. ഫ്രൈഡേ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തായിരുന്നു, മറ്റേ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഫാസിലിൻ്റെ പടം. അത് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ കിടക്കുന്ന പടം എടുത്തിട്ട് ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ട് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കിഷ്ടപ്പെടാനാ? ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആയിപ്പോയി. സ്റ്റാഫൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇത് എന്തോന്നിടേ കാണിക്കണേ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതായത് ഓവർ ഇൻവെസ്റ്റിഗേഷൻ ആയിപ്പോയി, അതാണ് പറ്റിപ്പോയത്. ഈ സിനിമയിൽ കുറച്ച് കഥാപാത്രത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. പിന്നെ ഇത് ഓവർ ഇൻവെസ്റ്റിഗേഷൻ നമുക്കൊരു സ്റ്റോറി ബിൽഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് സ്റ്റോറിയും വേണം. ഇത് ത്രൂ ഔട്ട് കൊച്ചിനെ തപ്പി ഇയാളാണ് എടുത്തത് നമുക്ക് വ്യക്തമായി നമുക്കിന്നത് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് മനസ്സിലായി ഈ പുള്ളിക്കാരനെ കൊച്ചിനെ എടുത്ത്, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരനെ കൊച്ചിനെ ഇവരൊക്കെ കാണും എന്ന് നമുക്ക് വ്യക്തമായി. അതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓരോരുത്തർ ഇന്നത്തെ ഇൻക്ലൂഡഡ് ആണ്, നമുക്ക് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു സ്റ്റോറി ത്രെഡ് നല്ല, ആ സ്റ്റോറി ത്രെഡ് നല്ല, ഇതേപോലെ ചൈൽഡ് മിസ്സാവുന്നു, ഹോസ്പിറ്റലിൽ ചൈൽഡ് മിസ്സാവുന്നു, സ്റ്റോറി ത്രെഡ് നല്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അരമണിക്കൂർ ചെയ്യേണ്ട ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സ്റ്റോറി ത്രെഡാണിത്. അത് വലിച്ചു കെട്ടി 2 മണിക്കൂർ ആക്കിയപ്പോഴത്തേക്കും അതൊരു പടം മൊത്തം ഒരു അവിയൽ പരിവായിപ്പോയി. എന്തായാലും എനിക്ക് കണ്ടിട്ട് വലിയൊരു സുഖം തോന്നിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണലി എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ഫസ്റ്റ് ഒരു അരമണിക്കൂർ കുഴപ്പമില്ല, എന്ന് വെച്ചാൽ നമുക്കൊന്ന് കണ്ടിരിക്കാം. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ വെറുക്കാൻ തുടങ്ങി. പിന്നെ അത് ഭയങ്കര അങ്ങ് ലാഗി ഫീലായി. അത് എന്തോന്നിടയിൽ കാണിച്ചു കൂട്ടുന്നത്, വേണ്ടാത്ത കുറേ കഥാപാത്രങ്ങൾ കയറി വരുന്നു, വേണ്ടാത്ത കുറേ ഫൈറ്റ്സ് കയറി വരുന്നു, പിന്നെ കുറേ നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ ടൈപ്പായിട്ട് കുറേ കാര്യങ്ങൾ കയറ്റി വിടുന്നു. ഇതൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഇത് എന്തോന്നിടയിൽ മിസ്ലീഡ് ചെയ്യാനുള്ള ഈ പുള്ളിക്കാരെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. പക്ഷേ അതൊന്നും സ്റ്റോറിയിൽ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ സ്റ്റോറിയുടെ ഈ സ്റ്റോറിയുടെ മെയിനായിട്ടുള്ള ഡ്രോബാക്ക്. അതായത് സർവം മായം എന്ന് പറഞ്ഞ പടത്തിൽ നിവിൻ പോളി നല്ലൊരു കംബാക്ക്, നല്ലൊരു കോമഡി പടമായിട്ട് വന്നു. ഈ പടത്തിൽ പുള്ളിക്കാരൻ അപ്പാടെ ഫ്ലോപ്പായിപ്പോയി. എന്ന് വെച്ചാൽ നിവിൻ പോളിക്ക് അഭിനയിക്കാൻ എന്തെങ്കിലും കൊടുത്താലല്ലേ പുള്ളിക്കാരൻ, എന്തെങ്കിലും ക്യാരക്ടറിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്താലല്ലേ പുള്ളിക്കാരൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിന് യാതൊരു ഇതില്ലാത്ത ഒരു ചെറിയൊരു അറ്റൻഡർ, അതായത് സൈഡ് റോളിൽ കിടക്കുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന് മെയിൻ ഇമ്പോർട്ടൻസ് കാണിക്കാനായിട്ട് കുറേ സീൻസ് കുത്തിത്തള്ളി പോലെയുണ്ട്. അതാണ് മെയിൻ പറ്റിപ്പോയത്. എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യൂ. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.